ഒരു ഡോക്ടറാകാൻ മോഹിച്ച് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്നവർ ഏറെയാണ്. ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടാൻ സൗകര്യങ്ങളുണ്ടെങ്കിലും മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള സംവിധാനം നിലവിൽ ഇവിടെയില്ല. അതിനാൽ തന്നെ ചൈന, കീവ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ പഠനത്തിനായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിമാനം കയറുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചുറ്റും സംഭവിക്കുന്നത് പരിശോധിക്കാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തി പ്രാപിച്ചതോടെ ഏകദേശം 1500 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചപ്പോഴും സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സംഘർഷം വ്യാപിച്ചതോടെ ഇസ്രായേലിലും ഏകദേശം 1200 മുതൽ 1500 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. എന്തിനാണ് ഇത്രയും അധികം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നത്? യുക്രൈൻ, ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ബിരുദം എടുക്കുന്നതിനായി ഓരോ വർഷവും 25,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യ വിടുന്നത്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെലവ് കുറവാണ് ആദ്യത്തെ കാരണം. ചില രാജ്യങ്ങളിൽ മെഡിക്കൽ പഠനം അല്പം ചെലവ് കുറഞ്ഞതാണ്. ഇന്ത്യയിലെ സ്വകാര്യ കോളേജുകളിലുള്ളതിനേക്കാൾ വളരെയധികം കുറഞ്ഞ ചെലവ് മാത്രം മതി ഈ രാജ്യങ്ങളിൽ മെഡിക്കൽ പഠനത്തിന്. അടുത്തത് അഡ്മിഷൻ വേഗത്തിൽ ലഭിക്കുന്നു എന്ന ഫാക്ടറാണ്. ഈ രാജ്യങ്ങളൊക്കെ അഡ്മിഷൻ വേഗത്തിൽ ലഭിക്കുന്നു. അതായത് മെഡിക്കൽ ബിരുദം എടുക്കാൻ താല്പര്യപ്പെടുന്ന വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്നതാണ് അടുത്തൊരു കാരണം. ഇനി ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന്, വളരെയധികം വിദ്യാർത്ഥികൾ പക്ഷേ കുറഞ്ഞ സീറ്റ്. ഓരോ വർഷവും ഇന്ത്യയിൽ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. ഇത് പാരീസിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും. എന്നാൽ ഇന്ത്യയിൽ 90,000 മെഡിക്കൽ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. നീറ്റ് പരീക്ഷ പാസ്സായാലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്താകും. അവരെന്തു ചെയ്യും? വിദേശ രാജ്യങ്ങളാണ് പിന്നെ അവർക്ക് മുന്നിലുള്ള ഒരേയൊരു ഓപ്ഷൻ. രണ്ടാമതായി, സ്വകാര്യ കോളേജുകളിലെ ഉയർന്ന ഫീസാണ്. ഒരു സ്വകാര്യ കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിലോ അല്ലെങ്കിൽ NRI കോട്ടയിലോ സീറ്റ് കിട്ടിയാൽ പോലും ചെലവ് 1.4 കോടി രൂപയോളമാകും. സാധാരണ സ്വകാര്യ കോളേജിലെ ഫീസ് ഏകദേശം 45 ലക്ഷം രൂപ മുതൽ 55 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ യുക്രൈൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 6 വർഷത്തെ കോഴ്സും ജീവിത ചെലവും കൂടിയാകെ 35 ലക്ഷമാണ് ചെലവാകുന്നത്. അതിനാലാണ് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിദേശത്ത് പഠിക്കുന്നത് ഗുണകരമായി തോന്നുന്നത്. അടുത്തത് നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും സുതാര്യവുമായ അവസരങ്ങൾ ഒരുക്കുന്നതിനാണ് നീറ്റ് പരീക്ഷ നടത്തുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആദ്യത്തേത് ചോദ്യപേപ്പർ ചോർച്ചയാണ്. പിന്നെ വ്യാജ വിദ്യാർത്ഥികൾ മറ്റുള്ളവരുടെ പേരിൽ പരീക്ഷ എഴുതുക എന്നതാണ്. ഇനി കോച്ചിംഗ് സെന്ററുകളിലെ ഉയർന്ന ചെലവ്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ പ്രവേശനം നേടാൻ പ്രയാസമാണെന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കുടുംബങ്ങൾ ധാരാളം പണം ചെലവഴിക്കേണ്ടി വരുന്നൊരു സാഹചര്യവുമുണ്ട്. ഇനി ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ സംയോജിതമായി പരിഹരിക്കാൻ സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ ആദ്യമായി വേണ്ടത് കൂടുതൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുക എന്നതാണ്. ഇനി ഇത് അനുവദിച്ചാൽ തന്നെ അവിടുത്തെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാനും അതുപോലെ പ്രവേശനം സുതാര്യവുമാകണം.